Love, peace and joy. Welcome back to our channel. Lent 2025. ഒരു വ്ളോഗ് മാസം പോലെ ഒരു 40 ഡേയ്സിൻ്റെ വ്ളോഗ്സ് ഒന്നും ചെയ്യാനല്ല കേട്ടോ ഞാനീ വന്നേക്കുന്നത്. വെരി സിൻസിയർലി ഐ എം ടെല്ലിങ് യു, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഹോളി ഇൻസ്റ്റിങ്സ് ആണ്, ഹോളി ഇൻസൈറ്റ്സ് ആണ് ഗൈസ്. ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. മേ ബി ഇത് എൻ്റെ ജസ്റ്റ് ബോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല, എല്ലാ ജനറേഷൻസും ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ദ തിങ് ഈസ്, നമ്മൾ വ്ളോഗ് മാസ് നിങ്ങൾ ഓൾറെഡി കുറേ പേര് കണ്ടിട്ടുണ്ട്. 2 വർഷത്തോടെ ഞാനിപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, 25 ഡേയ്സ് വ്ളോഗ് മാസ്. അപ്പോൾ അത് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം അതുവഴിയായിട്ട് ജസ്റ്റ് ബോയ്ക്ക് ഒരു 8 വയസ്സുള്ള എൻ്റെ മോന്, അവന് നല്ല രീതിയിൽ എന്താണ് ക്രിസ്മസ് എന്നും അതിൻ്റെ അഡ്വെൻറ്റ് സീസൺ എന്താണെന്നും അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്താണെന്നും എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള നല്ലൊരു ക്ലാരിറ്റി അവനുണ്ട് ഇപ്പോൾ. സോ ഐ റിയലി വാണ്ട് മൈ ചൈൽഡ് ഓർ മൈ ചിൽഡ്രൻ ടു ഫോളോ ലെൻറ്റ് ട്രഡീഷൻ ആസ് വെൽ. എൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ടു വളർന്നേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 40 ഡേയ്സ് ലെൻറ്റ്. യെസ്, 40 ഡേയ്സ് നമ്മൾ അധികം ആഘോഷങ്ങളില്ല, കല്യാണങ്ങളൊന്നും നടത്തുന്നില്ല, വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ കുരിശിൻ്റെ വഴിക്ക് പോകുന്നു കുടുംബ യൂണിറ്റിൽ നിന്ന്, പിന്നെ പള്ളിയിൽ കുരിശിൻ്റെ വഴിക്ക് പോകുന്നു. കുറേ പേരെല്ലാം നോൺ വെജ് ഉപേക്ഷിക്കുന്നു വീട്ടിൽ. അതാണ് പൊതുവെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം. പിന്നെ ഹോളി വീക്കിൻ്റെ ടൈമിലാണ് എല്ലാവരും പള്ളിയിൽ വരുന്നു. ദുഃഖവെള്ളിയാഴ്ച, പെസഹ വ്യാഴം, പിന്നെ ആഷ് വെനസ്ഡേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓശാന ഞായർ, പിന്നെ ഈസ്റ്റർ നൈറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കണ്ടു വളർന്നതും എക്സ്പീരിയൻസ് ചെയ്തേക്കണം കാര്യങ്ങൾ. ഒരു ഫാമിലി ആസ് എ ഫാമിലി വരുമ്പോഴേക്കും എൻ്റെ വീട്ടിലൊരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കൂടുതലും മമ്മി പ്രേയേഴ്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കണ്ടേക്കുന്നത് ലെൻറ്റ് ടൈമിലാണ്. അതേപോലെ മമ്മി നോൺ വെജൊക്കെ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. ഞാനൊന്നും ഇതുവരെ അത് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ ചെയ്തേക്കുന്നത് വേറെ പലതുമായിരുന്നേ. എനിക്കൊരു ടീനേജ് തുടങ്ങി, ഐ വിൽ സേ ലൈക്ക് 12th ഗ്രേഡ് തുടങ്ങി ഞാൻ ജീസ് യൂത്തിൽ ആക്റ്റീവായി തുടങ്ങിയപ്പോഴേക്കും അവിടെ വരുന്ന കുറേ ചാലഞ്ചൊക്കെ ചെയ്യുന്നു. പിന്നെ ചിലപ്പോൾ മാക്സിമം TV യൂസേജ് കുറക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ യൂസേജ് കുറക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ, കൂടുതൽ പ്രേയേഴ്സിൽ ഫോക്കസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. ഓക്കെ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. ആസ് എ ഫാമിലി നമ്മൾക്ക് വേറൊരു ട്രഡീഷൻ ഇല്ല. 40 ഡേയ്സ് എങ്ങനെയൊക്കെയോ പോകുന്നു. ആൻഡ് കമ്മിങ് ടു ദിസ് 2025, it's a very important year in my life. As you all know, right now ഞാൻ എൻ്റെ 8th മന്തിലാണ് പ്രഗ്നൻസിയിൽ. അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് ബോയ്, അവൻ ഈ ഒരു വർഷം ലെൻറ്റിൽ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നോക്കുന്നു അവൻ എങ്ങനെയൊക്കെ ആയിരിക്കും അത് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ബിക്കോസ് ഒരു പരിധി കൂടുതൽ അവന് ചെയ്യാൻ പറ്റില്ല, അവൻ ചെറുതാണ്. എന്നാൽ പോലും എനിക്കുള്ള ഈ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, I'm going to do it guys. അപ്പോൾ I thought of sharing with you all. കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ്. ഓക്കെ, 40 ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡ്യൂ ഡേറ്റ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും, നമ്മുടെ ചൈൽഡ് ബർത്ത് ആ സമയത്തായിരിക്കാം. അതുകൊണ്ട് എത്രത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. ബട്ട് I'm going to try my level best. So ജസ്റ്റ് പോയി ഞാനും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചായിരുന്നു, ലെൻറ്റിന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇതിന് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിൻ്റെ പോലെ നമുക്ക് കുറേ ഡെക്കറേഷൻസും കളർഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻസും അല്ല ലെൻറ്റ് എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് മോർ ദാൻ പ്രേയിങ്, ഫാസ്റ്റിംഗ് ആൻഡ് ആംസ് ഗീവിങ്. ഇതിൽ ആംസ് ഗീവിങ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഈ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ധാരാളം ആൾക്കാരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. കുറേ പേരെ ഹെൽപ്പ് ചെയ്യാനും കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാം നമുക്ക് പറ്റട്ടെ. അതർ ദാൻ ദാറ്റ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നൊരു കാര്യം, ലെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഇന്ന് മൺഡേ ആണ് ഇവിടെ, നാട്ടിൽ ഇത് കാണുമ്പോൾ ട്യൂസ്ഡേ ആയിട്ടുണ്ടാവും മിക്കവാറും. സോ വെനസ്ഡേ ആണല്ലോ, നമ്മുടെ ആഷ് വെനസ്ഡേ ആണ് ഒഫീഷ്യലി ലെൻറ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം ക്ലീനിങ് ആണ്. ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഹോളിനെസ് ആണ്. അത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും
ഒരു ക്ലെൻലിനെസ് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടും ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ജസ്റ്റ് പോയി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം, നമ്മുടെ കുറച്ച് ഏരിയാസ് ക്ലീൻ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വ്ളോഗ് കാണുന്നവർക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലിവിങ് റൂമാണ്, കിച്ചണാണ്. ആ ഏരിയയൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഇപ്പോൾ ടെസ്റ്റ് ഫ്രീ ആണെന്നും പറയാം. പക്ഷേ കമ്മിങ് ടു അവർ അപ്സ്റ്റേഴ്സ്, നമ്മൾ റൂംസിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാറില്ല. രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ജസ്പോയുടെ റൂമിലാണേ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വാർഡ്രോബ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നമ്മളുടെ സ്റ്റോർ റൂം, അതായത് കിച്ചൻ്റെ സൈഡിലൊരു റൂമുണ്ട്, അത് കുറച്ച് നല്ല സ്പേഷ്യസ് ആണ്. അവിടെയും കുറച്ച് റീഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ലെറ്റ്സ് ക്ലീൻ ആർ സറൗണ്ടിങ്സ്, ക്ലീൻ ആർ ഹോം ആൻഡ് ആർ സറൗണ്ടിങ്സ്. ആൻഡ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഓർഗനൈസ്ഡ് ഫീലിംഗ് വരും. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് ജസ്പോ വന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഗൈസ്, ജസ്പോ എത്തി. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചെയ്തു, ക്ലീനിങ്ങിന് നമ്മൾ ഫസ്റ്റ് ജസ്ബോയുടെ വാർഡ്രോബ് ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. എന്താണ് ജസ്ബോ ഇങ്ങനെ ഇരിക്കണ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് മുൻപ് ജസ്ബോയിനോട് ചോദിക്കണം നമുക്ക്, അക്കോർഡിംഗ് ടു യു, ഓർ മമ്മി പറഞ്ഞെന്ന് വെച്ചിട്ട്, വാട്ട് ഈസ് ലെന്റ്? Lent is the build up to Easter. How many days of preparation? 40 days. Yeah. And it includes fasting and also helping. Okay. And what more? What important thing? Praying, yeah. Praying, fasting, and almsgiving. That's what I meant. So, but the almsgiving is basically you helping the needy people in terms of financial helps or giving food or whatever. But here, when it comes to almsgiving, maybe we can't do it right now. We might do it, yeah? Yeah, in the future. But നമുക്ക് ചെയ്യാൻ പറ്റുന്ന praying and fasting we can do. Praying and And what else we are remembrance of what Israel? എസ്ബോ എന്നെ ഇടയിൽ കൂടി കളിക്കാനൊക്കെ പോയിട്ടാ, എൻ്റെ ഇടയിൽ കൂടി സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മൾ വേറെ എന്താ റിമെമ്പർ ചെയ്യണത് ഈ ഒരു 40 ഡേയ്സില്? ജീസസിന്റെ റിസറക്ഷൻ. അതാണ്, റിസറക്ഷൻ ആണ് മെയിൻ. No, it's പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, ദെൻ ഡെത്ത് ഓഫ് ദി ക്രൈസ്റ്റ് ആൻഡ് ദ റിസറക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളപ്പോ are we going to vibe? Are we going to enjoy or like a party kind of setup? No way. ക്രിസ്മസ് പോലെയല്ല ഈസ്റ്റർ അല്ലേ? ക്രിസ്മസിന് we were preparing for the birthday of Jesus, like കുറെ decorations, celebrations. But on Lent, it's not like that. We are going to be more in prayers, and we need to be with Jesus. Yes. So what all things you are going to do for Lent? Mummy ഇതുവരെ മോനോട് ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് ഇയർ ഒന്നും മമ്മി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ. But now you are like 8 years old and you're going to be 9 and you're going to be a big bua. So I think it's a better time to start doing something for the Lent. Okay. So as a 8-year-old, how all things you can do or doing Lent? I'm gonna reduce my screen time. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് പോയി സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓൾറെഡി. പിന്നെ I'm gonna that's it. I'm not sure. You're not sure. പിന്നെ നമ്മൾ രണ്ടിനും കൂടി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, സ്ക്രീൻ ടൈം ഞാനും കുറക്കൂട്ടാം. പിന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യം സ്റ്റേഷൻസ് ഓഫ് ദി ക്രോസ്. കൊച്ചിയിൽ അറിയാൻ പാടില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാക്സിമം 40 ഡേയ്സ് ചെയ്യാം. സ്റ്റേഷൻസ് ഓഫ് ദി ക്രോസ് 14 സ്റ്റേഷൻസ് ഉണ്ട്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ വന്നതാണ്. ഡെത്ത്, റിസറക്ഷൻ എല്ലാം വരും. അത് ചെയ്യാമെന്ന് പറഞ്ഞു ജസ്റ്റ് പോയി ഞാനും കൂടി. പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വേറെ കാര്യം, it's on another thing. It's on like some sort of app, right? ഹാലോ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ. ഹാലോ ആപ്പ് ഒരു കാത്തലിക് എഡിഷൻ ആണ്. അതില് അഡൽസിന്റെ ലെന്റിന്റെ ഒരു ചാലഞ്ച് ഉണ്ട്, അതേപോലെ കിഡ്സിന്റെ ലെന്റിന്റെ ചാലഞ്ച് ഉണ്ട്. അപ്പൊ ജസ്റ്റ് പോയി കിഡ്സിന്റെ ലെന്റിന്റെ ചാലഞ്ച് ചെയ്യാൻ പോകുന്നു, ഞാൻ അഡൽസിന്റെ ചെയ്യാൻ പോകുന്നു. നമുക്ക് നോക്കാം എന്തായിരിക്കും. അപ്പൊ ഇതാണ് മെയിൻ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവി സീരീസ് ഉണ്ട്, ദ ചോസൻ. ഓക്കെ, അപ്പൊ അത് ഞങ്ങള്
വാച്ച് ചെയ്യാൻ പോണേണ്. What's the ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം കണ്ടതാണ്, ജസ്റ്റ് പോയി ഓൾറെഡി 1 പ്രാവശ്യം കണ്ടതാണ്. അപ്പൊ ഞങ്ങള് ഈ ലെന്റിന്റെ ടൈം ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് സം റാൻഡം വീഡിയോസ് വി തോട്ട് ഓഫ് വാച്ചിങ് ദ ചോസൻ ഫ്രം സീസൺ 1 to 4. 5 ഈ ഈസ്റ്ററിന് പബ്ലിഷ് ചെയ്യും, ബട്ട് നമുക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല, അത് ഈസ്റ്റർ കഴിയുമ്പോഴായിരിക്കും പബ്ലിഷ് ആവണത്. സോ വി ആർ ഗോയിങ് ടു വാച്ച് ഇൻ ദ ചോസൻ ആപ്പ്. We're gonna watch Season 1, അതിലെല്ലാ എപ്പിസോഡ്സ്. Season 2, Season 1 to Season 4. Yeah. Then what we are going to do about it? Are we going to do something about it? We're gonna talk about it. Yes. അതാണ് ഞങ്ങൾ ഈ ഒരു 40 days ചെയ്യാൻ പോകുന്നത്. Mainly, I'm not sure whether we will be able to complete the entire 40 days. Maybe in between mummy hospital പോയിരിക്കും ബേബിനെ കൊണ്ടുവരാൻ വേണ്ടി. But still, we are going to try our best. സോ ഞങ്ങൾ ചോസൻ കണ്ടിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ പാർട്ട് ഉണ്ടാവും എൻ്റെ ജസ്പോയുടെ. ഹാർഡ്ലി 5 minutes. നമ്മൾ വലിയ ലെങ്ത് ആയിട്ടല്ല, ഒരു 5 minutes ഡിസ്കഷൻ ബിറ്റ്വീൻ മമ്മി ആൻഡ് സൺ. യാ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ചോസൻ എപ്പിസോഡ്സ് ആൻഡ് യാ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ലെങ്തിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. Is that it? യാ, പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം ആണ് ഞങ്ങൾ മെയിനായിട്ട് കുറക്കാൻ പോകുന്നത് കേട്ടോ. And just boy, let's see. It's not that easy. It's not that easy, but we will try. So ഇതൊക്കെയാണ് ആസ് എ ഫാമിലി വി ആർ ഗോയിങ് ടു ഫോളോ. നിങ്ങൾക്കും ചെയ്യാം വീട്ടിൽ. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഐഡിയ. ജസ്റ്റ് പോയി മമ്മിയും കൂടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. Yeah. യെസ്, വി വിൽ ഡു ഇറ്റ്. We will. ആൻഡ് ഡെയിലി ഫാമിലി പ്രെയർ. Yeah. ചില സമയത്ത് ഞങ്ങൾ മുടങ്ങി പോവാറുണ്ട്, പക്ഷെ ഇത് ഞങ്ങൾ ഒട്ടും മുടക്കൂല. Daily family. Let's do it. We have to do it every single day. This boy is going to have a wonderful Lent season this year. I am. So hope you all like this video, guys. Thanks for watching. See you soon. Yeah, we are going to meet you all on Ash Wednesday. You got Bye bye. Bye bye.